നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് മധ്യകാല ഇന്ത്യൻ ചരിത്രത്തിലെ മുഗൾ രാജവംശമാണ്. 1526 മുതൽ 1857 വരെ ഡൽഹി ഭരിച്ച രാജവംശമാണ് മുഗൾ രാജവംശം. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധമാണ്. അപ്പോൾ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1526. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ലോധി രാജാവാണ് ഇബ്രാഹിം ലോധി. അപ്പോൾ ഇബ്രാഹിം ലോധിയെ ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയാണ് മുഗൾ രാജവംശം ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നത്. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബറാണ്. സാഹസികനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ബാബറാണ്. അപ്പോൾ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബറാണ്. പേർഷ്യൻ ഭാഷയിലെ കവിയായിരുന്ന മുഗൾ ചക്രവർത്തിയാണ് ബാബർ. ബാബർ എന്ന വാക്കിനർത്ഥം സിംഹം. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ഭരണാധികാരി ബാബറാണ്. ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും ബന്ധുവായിരുന്ന മുഗൾ ഭരണാധികാരി ബാബർ. ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും ബന്ധുവായ മുഗൾ ഭരണാധികാരി ബാബർ. തുർക്കിഷ് വംശത്തിലെ ഭരണാധികാരിയായിരുന്നു ബാബർ. ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇഷ്ടമല്ലായിരുന്ന മുഗൾ ഭരണാധികാരി ബാബറാണ്. ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇഷ്ടമല്ലായിരുന്ന മുഗൾ ഭരണാധികാരി. ബാബർ കാബൂൾ പിടിച്ചടക്കിയ വർഷം 1504. ബാബറിന്റെ ആത്മകഥ തുസൂക്കി ബാബറി, ബാബർ നാമ. ആത്മകഥകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാബറാണ്. തുസൂക്കി ബാബറി രചിക്കപ്പെട്ട ഭാഷ തുർക്കി. തുസുക്കി ബാബറി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി അബ്ദുൾ റഹ്മാൻ ഖാൻ. 1529 ബാബറും അഫ്ഗാൻ സംയുക്ത സേനയും തമ്മിൽ യുദ്ധം നടന്നത് ഗാഗ്ര നദീതീരത്ത് വെച്ച്. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി ബാബറാണ്. ഇന്ത്യയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ച ഭരണാധികാരി. ബാബറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദ്, ആഗ്ര. ബാബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ഹുമയൂൺ. ഹുമയൂൺ എന്ന വാക്കിനർത്ഥം ഭാഗ്യവാൻ. നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി ഹുമയൂൺ. ലഹരിക്ക് അടിമയായ മുഗൾ ചക്രവർത്തി ഹുമയൂൺ. ഡൽഹിയെ ദിൻപന നഗരം സ്ഥാപിച്ചത് ഹുമയൂൺ. കനൗജ്, ചൗസ യുദ്ധങ്ങളിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ അഫ്ഗാൻ നേതാവ് ഷേർഷാ. ചൗസ യുദ്ധം നടന്ന വർഷം 1539. കനൗജ് യുദ്ധം നടന്ന വർഷം 1540. ഹുമയൂൺ തൻ്റെ രാജ്യം തിരിച്ചുപിടിച്ചത് ആരെ പരാജയപ്പെടുത്തിയാണ്? സിക്കന്ദർ ഷാ സൂരി. കടത്തുകാരന് ഒരു ദിവസം രാജപദവി വാഗ്ദാനം ചെയ്ത മുഗൾ ഭരണാധികാരി ഹുമയൂണാണ്. നല്ല വിദ്യാഭ്യാസം നേടുകയും ഒട്ടനവധി ഭാഷകൾ സംസാരിക്കുകയും ചെയ്തിരുന്ന മുഗൾ ഭരണാധികാരി ഹുമയൂൺ. ഹുമയൂണിൻ്റെ ജീവചരിത്രം ഹുമയൂൺ നാമ. ഷേർ മണ്ഡലിൻ്റെ പടിയിൽക്കെട്ടിൽ നിന്നും വീണു മരിച്ച മുഗൾ ചക്രവർത്തി ഹുമയൂണാണ്. ഹുമയൂൺ സ്മാരകം നിർമ്മിച്ചത് ഹമീദ് ദാബാനു ബീഗം. ഹുമയൂണിൻ്റെ സ്മാരകം നിർമ്മിച്ചത് ഹമീന ബാനു ബീഗം. ഹുമയൂണിൻ്റെ ശവകുടീരം നിർമ്മിച്ച ശില്പി മിറാഖ് മിർസ ഗിയാസ്. ഹുമയൂണിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ചിത്രകാരന്മാർ സയ്യിദ് അലി സമദ്. പുരാന കിലയുടെ പണി ആരംഭിച്ച മുഗൾ ഭരണാധികാരി ഹുമയൂണാണ്. പുരാനി കിലയുടെ പണി പൂർത്തിയാക്കിയ ഭരണാധികാരി ഷേർഷാ സൂരി. അക്ബറിൻ്റെ പിതാവ് ഹുമയൂൺ. അക്ബറിൻ്റെ മാതാവ് ഹമീബ ബാനു ബീഗം. അക്ബറിൻ്റെ വളർത്തമ്മ മാഗം അനഗ. ഹുമയൂണിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി അക്ബർ. അക്ബർ ജനിച്ചത് അമർകോട്ട് 1542. അക്ബർ ഭരണത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ 13-ാം വയസ്സിലാണ്. അപ്പോൾ അക്ബർ ഭരണത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ 13-ാം വയസ്സിൽ. അക്ബറിൻ്റെ കിരീടധാരണം നടന്നത് കലനാവൂർ പുതിയ ഗുരുസ് മാസ്പുരിയിൽ. അക്ബറിൻ്റെ ആദ്യകാല ഗുരു മുനീം ഖാൻ. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബറിൻ്റെ സൈന്യാധിപൻ ബൈറാം ഖാൻ. രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയത് ഹേമു. അക്ബർ രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഹേമു ആരുടെ മന്ത്രിയായിരുന്നു? ആദിർ ഷാ.
രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1556. ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബർ പരാജയപ്പെടുത്തിയ മേവാറിലെ രജപുത്ര രാജാവ് മഹാറാണ പ്രതാപ്. ഹാൽഡിഘട്ട് യുദ്ധം നടന്നത് 1576. ഹാൽഡിഘട്ട് യുദ്ധത്തിൽ അക്ബറിനെ സഹായിച്ച പുത്ര സൈന്യാധിപൻ മാൻസിംഗ്. ജസിയ നിരോധിച്ച മുഗൾ ഭരണാധികാരി അക്ബർ 1564. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി. തൗഹീദ് ഇ ഇലാഹി എന്നറിയപ്പെടുന്നത് ദിൻ ഇലാഹി. അക്ബർ സ്ഥാപിച്ച ദിൻ ഇലാഹി എന്ന മതം സ്വീകരിച്ച ഒരേ ഒരു ഹിന്ദു രാജവംശം ബീർബൽ. അക്ബർ കൊണ്ടുവന്ന മതം ഇലാഹി കലണ്ടർ. അക്ബറുടെ ഭൂനികുതി സമ്പ്രദായം മാൻസബ്ദരി. നിരക്ഷരനായ മുഗൾ ഭരണാധികാരി അക്ബറാണ്. നിരക്ഷരനായ മുഗൾ ഭരണാധികാരി അക്ബർ. അക്ബറുടെ പ്രശസ്തനായ റവന്യൂ മന്ത്രി രാജാ തൊഡർമാൽ. സാപ്തി സമ്പ്രദായത്തിന് രൂപം നൽകിയ അക്ബറുടെ മന്ത്രി രാജാ തൊഡർമാൽ. അക്ബറുടെ പ്രശസ്തനായ സൈനിക തലവൻ രാജാ മാൻസിംഗ്. അക്ബറുടെ സൈനിക തലവൻ രാജാ മാൻസിംഗ്. അക്ബറുടെ സദസ്യരായിരുന്ന 9 പ്രമുഖ വ്യക്തികൾ അറിയപ്പെടുന്നത് നവരത്നങ്ങൾ. അക്ബറുടെ സദസ്സ് അലങ്കരിച്ചിരിക്കുന്ന പ്രശസ്തരായ കവികൾ അബുൽ ഫസൽ, അബുൽ ഫൈസി. ഫത്തേപൂർ സിക്രിയുടെ കവാടം ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയുടെ കവാടം ബുലന്ദ് ദർവാസ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം ബുലന്ദ് ദർവാസ. ഗുജറാത്ത് വിജയത്തിൻ്റെ പ്രതീകമായി അക്ബർ പണി കഴിപ്പിച്ച മന്ദിരം ബുലന്ദ് ദർവാസ. അബ്ദുൽ ഫസലിൻ്റെ പ്രശസ്തമായ കൃതികൾ ഐനി അക്ബരി, അക്ബർനാമ. അക്ബറുടെ സദസ്സിലെ ഹിന്ദി കവികൾ സൂർദാസ്, തുളസീദാസ്. രാമചരിത മാനസത്തിൻ്റെ കർത്താവ് തുളസീദാസ്. രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ബദൗനി. അക്ബറുടെ സദസ്സിലെ വിദൂഷകൻ ബീർബൽ. ബീർബലിൻ്റെ ശരിയായ പേര് മഹേഷ് ദാസ്. അക്ബറുടെ സദസ്സിലെ പ്രമുഖരിൽ കവിപ്രിയ എന്നറിയപ്പെടുന്നത് ബീർബൽ. അക്ബറുടെ സദസ്സിലെ സംഗീതജ്ഞൻ ടാൻസൻ. ടാൻസൻ്റെ ശരിയായ പേര് രാമദാണു പാണ്ഡെ. അക്ബറുടെ റവന്യൂ വിഭാഗ മേധാവി വസീർ. അക്ബറുടെ റവന്യൂ വിഭാഗ മേധാവി വസീർ. അക്ബറുടെ സൈനിക വിഭാഗ തലവൻ. അക്ബറുടെ സൈനിക വിഭാഗ തലവൻ മീർ ബഷി. അക്ബറുടെ രാജധാനിയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ഖാൻ-ഇ സമൻ. നീതിന്യായ നിർവഹണവും സൈനിക മേൽനോട്ടവും വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ കോത്വാൾ. ഇന്ത്യയിലേക്ക് റോസാച്ചെടി കൊണ്ടുവന്ന ഭരണാധികാരി ബാബർ. ബാബർ മഹാറാണ സംഗ്രാം സിംഹനെ പരാജയപ്പെടുത്തിയ യുദ്ധം ഗണയുദ്ധം 1527. ഷേർ മണ്ഡൽ എന്ന ലൈബ്രറി നിർമ്മിച്ച ഭരണാധികാരി ഹുമയൂൺ. ഷേർ മണ്ഡൽ എന്ന ലൈബ്രറി നിർമ്മിച്ച ഭരണാധികാരി. ഹുമയൂൺ നാമയുടെ കർത്താവ് ഗുൽബദൻ ബീഗം. അക്ബറുടെ വഴികാട്ടിയും രക്ഷകർത്താവുമായിരുന്നത് ബൈറാം ഖാൻ. ശൈശവ വിവാഹം നിരോധിച്ച മുഗൾ ഭരണാധികാരി അക്ബർ. ശൈശവ വിവാഹം നിരോധിച്ച മുഗൾ ഭരണാധികാരി അക്ബർ. അക്ബർ പണി കഴിപ്പിച്ച പുതിയ തലസ്ഥാനം ഫത്തേപൂർ സിക്രി. അക്ബർ പണി കഴിപ്പിച്ച പുതിയ തലസ്ഥാനമാണ് ഫത്തേപൂർ സിക്രി. 1569. ഫത്തേപൂർ സിക്രി സ്ഥിതി ചെയ്യുന്നത് ആഗ്ര, ഉത്തർപ്രദേശ്. ചെങ്കല്ലിൻ്റെ ഇതിഹാസം എന്ന് വിളിക്കുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഫത്തേപൂർ സിക്രി ആരുടെ സ്മരണയ്ക്കായിട്ടാണ് നിർമ്മിച്ചത്? സലീം ചിസ്തി. അക്ബറിൻ്റെ ആത്മീയ ആചാര്യൻ സലീം ചിസ്തിയുടെ സ്മരണയ്ക്കായിട്ടാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത്. ഭരണ സൗകര്യത്തിന് രാജ്യത്തെ പലതായി വിഭജിച്ചിരുന്ന പ്രവിശ്യകൾ അറിയപ്പെട്ടിരുന്നത് സൂബ. സുബകളെ വീണ്ടും വിഭജിച്ച് സർക്കാരുകൾ ആക്കിയിരുന്നു. ഇതിൻ്റെ അധികാരി അറിയപ്പെടുന്നത് ഹൗജ്ദാർ. സുബകളെ വീണ്ടും വിഭജിച്ച് സർക്കാരുകൾ ആക്കിയിരുന്നു. ഇതിൻ്റെ അധികാരി അറിയപ്പെടുന്നത് ഫൗജ്ദാർ. അക്ബർ പണി കഴിപ്പിച്ച പ്രാർത്ഥനാലയം ഇബാദത്ഖാന 1575. ആഗ്ര കോട്ട, പഞ്ചമഹൽ, ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ,
ലാഹോർ കോട്ട എന്നിവ പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി അക്ബറാണ്. ആഗ്ര കോട്ട, പഞ്ചമഹൽ, ഫത്തേപൂർ സിക്രി, ബുലന്ദ് ദർവാസ, ലാഹോർ കോട്ട എന്നിവ പണി കഴിപ്പിച്ച മുഗൾ ഭരണാധികാരി അക്ബർ. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. അക്ബർ വിവാഹം കഴിച്ച അംബറിലെ രജപുത്ര കുമാരി ജോധാബായി. 1600-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിച്ചപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ഭരണാധികാരി അക്ബറാണ്. അക്ബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ആഗ്രയ്ക്കടുത്തുള്ള സിക്കന്ദ്ര. അക്ബറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ജഹാംഗീർ. കാശ്മീരിലെ അക്ബർ എന്ന് വിളിക്കുന്നത് സൈനുൽ അബ്ദീൻ. ജഹാംഗീറിൻ്റെ ആദ്യകാല പേര് സലീം. അക്ബർ ഷേഖ് ബാബ എന്ന് വിളിച്ചിരുന്ന മുഗൾ ഭരണാധികാരി ജഹാംഗീർ. അക്ബർ ഷേഖ് ബാബ. ജഹാംഗീർ എന്ന വാക്കിനർത്ഥം വിശ്വവിജയി. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കുന്നതിന് വേണ്ടി ജഹാംഗീർ നടപ്പിലാക്കിയ സംവിധാനം നീതിച്ചങ്ങല. ചിത്രകാരനായ മുഗൾ ഭരണാധികാരി ജഹാംഗീർ. മുഗൾ ശില്പകല ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ജഹാംഗീറിൻ്റെ ഭരണകാലത്താണ്. മുഗൾ ശില്പകല ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത് ജഹാംഗീറിൻ്റെ ഭരണകാലത്ത്. ജഹാംഗീറിൻ്റെ സദസ്സിലെ പ്രധാന ചിത്രകാരന്മാർ ഉസ്താദ് മൻസൂർ അബ്ദുള്ള ഹസൻ. ജഹാംഗീറിൻ്റെ ആത്മകഥ തുസൂഖ്-ഇ ജഹാംഗീരി. തുസൂഖ്-ഇ ജഹാംഗീരി എഴുതിയിരിക്കുന്ന ഭാഷ പേർഷ്യൻ ഭാഷ. ജെയിംസ് ഒന്നാമൻ്റെ അംബാസഡർ ആയിരുന്ന ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെ ഇംഗ്ലീഷുകാർ വില്യം ഹോക്കിൻസ്, തോമസ് റോ. കച്ചവട ആവശ്യങ്ങൾക്കായി ജഹാംഗീറിനെ സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ വില്യം ഹോക്കിൻസ്. കാശ്മീരിൽ നിശാന്ത് പൂന്തോട്ടവും ഷാലിമാർ പൂന്തോട്ടവും പണി കഴിപ്പിച്ച ഭരണാധികാരി ജഹാംഗീർ. ഇന്ത്യയിൽ ആദ്യ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരി ജഹാംഗീർ. ഇന്ത്യയിൽ സൂററ്റിൽ ആദ്യ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരി. അനാർക്കലി സ്മരണയ്ക്കായി ജഹാംഗീർ സ്മാരകം പണി കഴിപ്പിച്ചത് ലാഹോറിൽ. ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ജഹാംഗീർ. ജഹാംഗീറിനെ ഭരണത്തിൽ സഹായിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ നൂർജഹാൻ. നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ വെളിച്ചം. നൂർജഹാൻ്റെ ആദ്യത്തെ പേര് മെഹ്റുനിസ. ജഹാംഗീർ വധിച്ച സിഖ് ഗുരു അർജുൻ ദേവ്. ജഹാംഗീർ വധിച്ച സിഖ് ഗുരുവാണ് അർജുൻ ദേവ്. ജഹാംഗീറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ഷാജഹാനാണ്. ജഹാംഗീറിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ഷാജഹാൻ. ജഹാംഗീറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോർ. ജഹാംഗീറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ്റെ കാലഘട്ടം. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാൻ്റെ കാലഘട്ടം. ഷാജഹാൻ്റെ ആദ്യകാല പേര് ഖുറം. നിർമ്മിതാക്കളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരിയാണ് ഷാജഹാൻ. നിർമ്മിതാക്കളുടെ രാജകുമാരൻ, ശില്പികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി. ഷാജഹാൻ നിർമ്മിച്ച പുതിയ തലസ്ഥാനം ഷാജഹാനാബാദ്. ഷാജഹാൻ എവിടെ നിന്നുമാണ് തലസ്ഥാനം ഷാജഹാനാബാദിലേക്ക് മാറ്റിയത്? ആഗ്ര. ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ-ഇ-ഗാസ്, ദിവാൻ-ഇ-അം, താജ്മഹൽ എന്നിവ പണി കഴിപ്പിച്ച ഭരണാധികാരി ഷാജഹാൻ. ചെങ്കോട്ട, ഡൽഹിയിലെ ജുമാ മസ്ജിദ്, മോത്തി മസ്ജിദ്, ദിവാൻ-ഇ-ഗാസ്, ദിവാൻ-ഇ-അം, താജ്മഹൽ എന്നിവ പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ഷാജഹാൻ. ലാൽ ക്വില എന്നറിയപ്പെടുന്നത് ചെങ്കോട്ട. ചെങ്കോട്ടയുടെ കവാടം ലാഹോർ ഗേറ്റ്. മയൂര സിംഹാസനം നിർമ്മിച്ച മുഗൾ രാജാവ് ഷാജഹാൻ. മയൂര സിംഹാസനം നിർമ്മിച്ച മുഗൾ രാജാവാണ് ഷാജഹാൻ. മയൂര സിംഹാസനം നിർമ്മിക്കാൻ ഏത് രാജാവിൻ്റെ സിംഹാസനത്തെയാണ് ഷാജഹാൻ മാതൃകയാക്കിയത്? വിക്രമാദിത്യൻ രാജാവിൻ്റെ സിംഹാസനത്തെയാണ് ഷാജഹാൻ മാതൃകയാക്കിയത് മയൂര സിംഹാസനം നിർമ്മിക്കാനായിട്ട്. മയൂര സിംഹാസനത്തിലെ മയിലുകളുടെ എണ്ണം 24. മയൂര സിംഹാസനവും കൊഹിനൂർ രത്നങ്ങളും പേർഷ്യയിലേക്ക് കൊണ്ടുപോയ ആക്രമണകാരി നാദിർ ഷാ 1739.
മയൂര സിംഹാസനം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ലണ്ടൻ ടവർ മ്യൂസിയം, ഇംഗ്ലണ്ട്. ഇല്ലങ്കോട്ടയിലെ ഗാസ് മഹലിൽ വെള്ള മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന മുറി ദിവാൻ-ഇ ഗാസ്. ആമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത് ദിവാൻ-ഇ ഗാസ്. ഷാജഹാന്റെ പുത്രിയായ ജഹൻആരയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നിസാമുദ്ദീൻ സമുച്ചയത്തിൽ. ഷാജഹാന്റെ കാലത്ത് ഇന്ത്യയിൽ വന്ന ഫ്രഞ്ച് സഞ്ചാരികൾ ബാർണിയൻ വേണിയർ ഷാജഹാനെ തടവിലാക്കിയ അദ്ദേഹത്തിൻ്റെ മകൻ ഔറംഗസീബ്. ആരുടെ സ്മരണാർത്ഥമാണ് ഷാജഹാൻ താജ്മഹൽ പണി കഴിപ്പിച്ചത്? മുംതാസ് മഹൽ. മുംതാസ് മഹലിൻ്റെ യഥാർത്ഥ പേര് അജ്മന്ത് ബാനു ബീഗം. താജ്മഹലിൻ്റെ ആദ്യത്തെ പേര് മുംതാസ് മഹൽ. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് ഈസ. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് ഈസ. താജ്മഹലിൻ്റെ ഡിസൈനർ ജെറോനിമോ വെറേങ്കോ. താജ്മഹൽ പണി കഴിപ്പിച്ച നൂറ്റാണ്ട് 17. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന നദീതീരം, ഉത്തർപ്രദേശ്. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം എന്ന വിശേഷണമുള്ള മധ്യകാല ഇന്ത്യയിലെ നിർമ്മിതി താജ്മഹൽ. വെണ്ണക്കല്ലിലെ പ്രണയകാവ്യം. കാലത്തിൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ടാഗോർ. ഷാജഹാൻ തുറങ്കിലടയ്ക്കപ്പെട്ടത് ആഗ്ര കോട്ടയിലെ മുസമ്മാൻ ബുർജ് എന്ന ഗോപുരത്തിൽ. ഷാജഹാന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് താജ്മഹലിൽ, ആഗ്ര. മുഗൾ വംശത്തിലെ അവസാന ഭരണാധികാരിയായി കണക്കാക്കപ്പെടുന്നത് ഔറംഗസീബ്. കൊട്ടാരത്തിൽ പാട്ടും നൃത്തവും നിരോധിച്ച മുഗൾ ഭരണാധികാരി ഔറംഗസീബ്. ഡക്കാൻ നയം നടപ്പിലാക്കിയ മുഗൾ ഭരണാധികാരി ഔറംഗസീബ്. ഔറംഗസീബിന്റെ അധികാരം ഉറപ്പിക്കാൻ കാരണമായ യുദ്ധം സമുഗാർ യുദ്ധം. കടൽ കൊള്ളക്കാരിൽ നിന്നും ഔറംഗസീബ് പിടിച്ചെടുത്ത ദ്വീപ് സന്ദീപ് ദ്വീപ്. മുസ്ലിം മതം സ്വീകരിക്കാൻ മടിച്ചതിൻ്റെ പേരിൽ ഔറംഗസീബ് വധിച്ച സിഖ് ഗുരു തേജ് ബഹാദൂർ. ശിവജിയുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ട ഭരണാധികാരി ഔറംഗസീബ്. ലാഹോറിൽ ഔറംഗസീബ് നിർമ്മിച്ച പള്ളി ബാദ്ഷാഹി മോസ്ക്. അലംഗീർ എന്ന പേര് സ്വീകരിച്ച മുഗൾ ഭരണാധികാരി ഔറംഗസീബ്. അലംഗീർ എന്ന പേര് സ്വീകരിച്ചത്. ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി സിന്ദ് പീർ എന്നറിയപ്പെടുന്ന മുഗൾ ഭരണാധികാരി ഔറംഗസീബ്. 1665 ശിവജിയും ഔറംഗസീബും ഒപ്പുവെച്ച ഉടമ്പടി പുരന്ദർ സന്ധി. ഔറംഗസീബിന്റെ ഭാര്യയായ റബിയ ദുരാനിക്ക് വേണ്ടി നിർമ്മിച്ച സ്മാരകം ബീബി കാ മക്ബാര. ബീബി കാ മക്ബാര സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദ്. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബാര. ഔറംഗസീബിനെ തുടർന്ന് അധികാരത്തിൽ വന്ന മുഗൾ രാജാവ് ബഹദൂർ ഷാ 1. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേര് നൽകിയ ഭരണാധികാരി അക്ബർ ഷാ 2. 1757 പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ രാജാവ് ആലിംഗീർ 2. ബാക്സർ യുദ്ധസമയത്തെ മുഗൾ രാജാവ് ഷാ അലം 2. അവസാന മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സഫർ. ജഹാംഗീറിൽ നിന്നും വ്യാപാര അനുമതി നേടിയ ബ്രിട്ടീഷുകാരൻ തോമസ് റോ. ആർക്ക് അഭയം നൽകിയതിൻ്റെ പേരിലാണ് ജഹാംഗീർ അർജുൻ ദേവിനെ വധിച്ചത്? ഖുസ്രു രാജകുമാരൻ. ഷാജഹാന്റെ കാലത്ത് ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ മസൂക്കി. ഷാജഹാനെ തടവറയിൽ പരിചരിച്ചിരുന്ന മകൾ ജഹാനാര. ഔറംഗസീബിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച വിദേശി നിക്കോളോ മനുച്ചി. ഗുനി ദർവാസ പണി കഴിപ്പിച്ച ഭരണാധികാരി ഷേർഷാ. മൂന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ മറാത്ത സൈന്യത്തിന് നേതൃത്വം നൽകിയ രാജാവ് സദാശിവ റാവു. സിഖുകാരുടെ പേരിനൊപ്പം സിംഗ് എന്ന് ചേർക്കുന്ന സമ്പ്രദായം തുടങ്ങിയ ഗുരു ഗോവിന്ദ് സിംഗ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ രാജാവായി വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ 2. ബർമയിലെ റംഗൂണിലേക്ക് നാട് കടത്തപ്പെട്ട മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ 2. മുഗൾ സാമ്രാജ്യത്തിൽ സംഗീത സദസ്സുകൾ നടത്തിയിരുന്ന മണ്ഡപം നഗാൻ ഖാന. മുഗൾ ഭരണാധികാരികൾ പൊതുജനങ്ങൾക്ക് ദർശനം നൽകിയിരുന്നത് ദിവാനി അമ്മിൽ വെച്ച്.
മുഗൾ ഭരണകാലത്ത് 64 കാലുകളോട് കൂടിയ മാർബിൾ മണ്ഡപം അറിയപ്പെടുന്നത് ചൗൻസത് ഗംബ. അടുത്തത് പൂർണ്ണനാമങ്ങൾ. ബാബർ സഹ്റുദ്ദീൻ മുഹമ്മദ് ബാബർ. ഹുമയൂൺ നസിറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ. അക്ബർ ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ. ഷാജഹാൻ ഷിഹാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ. ഔറംഗസീബ് മുഹമ്മദുദ്ദീൻ മുഹമ്മദ് ഔറംഗസീബ്. ജഹാംഗീർ നൂറുദ്ദീൻ മുഹമ്മദ് ജഹാംഗീർ. അടുത്തത് അന്ത്യവിശ്രമ സ്ഥലങ്ങൾ. ബാബർ കാബൂൾ. ഹുമയൂൺ ഡൽഹി. അക്ബർ സിക്കന്ദ്ര. ജഹാംഗീർ ലാഹോർ. ഷാജഹാൻ ആഗ്ര. ഔറംഗസീബ് ദൗലത്താബാദ്. ബഹദൂർ ഷാ ടു റംഗൂൺ. പ്രധാന യുദ്ധങ്ങളും കാലഘട്ടങ്ങളും. ഹൈഡാസ്പസ് യുദ്ധം BC 326. ഹൈഡാസ്പസ് യുദ്ധം BC 326. കലിംഗ യുദ്ധം BC 261. ഒന്നാം തറൈൻ യുദ്ധം AD 1191. രണ്ടാം തറൈൻ യുദ്ധം AD 1192. ഒന്നാം പാനിപ്പട്ട് യുദ്ധം AD 1526. രണ്ടാം പാനിപ്പട്ട് യുദ്ധം 1556. മൂന്നാം പാനിപ്പട്ട് യുദ്ധം 1761. ഗൺവ യുദ്ധം 1527. ചൗസ യുദ്ധം 1539. കനൗജ് യുദ്ധം 1540. തളിക്കോട്ട യുദ്ധം 1565. ഹാൽഡിഗട്ട് യുദ്ധം 1576. ബക്സർ യുദ്ധം 1764. കർണാൽ യുദ്ധം 1739. പ്ലാസി യുദ്ധം 1757. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെ. രണ്ടാം കർണാട്ടിക് യുദ്ധം 1748 മുതൽ 54 വരെ. മൂന്നാം കർണാട്ടിക് യുദ്ധം 1756 മുതൽ 63 വരെ. ഒന്നാം മൈസൂർ യുദ്ധം 1767 മുതൽ 1769 വരെ. രണ്ടാം മൈസൂർ യുദ്ധം 1780 മുതൽ 1784 വരെ. മൂന്നാം മൈസൂർ യുദ്ധം 1789 മുതൽ 1792 വരെ. നാലാം മൈസൂർ യുദ്ധം 1799 മുതൽ. ഒന്നാം സിഖ് യുദ്ധം 1845 മുതൽ 46 വരെ. രണ്ടാം സിഖ് യുദ്ധം AD 1848 മുതൽ 49 വരെ.